ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ നേതൃത്വത്തിൽ താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ച ആവേശത്തിൽ ഗ്രാമപഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനമാണ് നിങ്ങളെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലുടനീളം നല്ലൊരു പുതിയ തേരോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലകളിലൊക്കെ UDF തൂത്തുവാരിയത് നമുക്കെല്ലാം അറിയാം. അതോടനുബന്ധിച്ച് താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി 24 വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ, പുതിയതായി വന്ന ഈ പഞ്ചായത്തിൽ കൃത്യമായി തന്നെ നല്ല മുൻതൂക്കത്തോടു കൂടെ തന്നെ 16 വാർഡ് UDF, 8 വാർഡ് LDF എന്ന ആ ഒരു കക്ഷി നിലയിലാണ് തിരിച്ചു പിടിച്ചത്. അതിന് നേതൃത്വം നൽകിയ താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ UDF നേതാക്കളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നേതൃത്വം നൽകിയ പ്രിയങ്കരായ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയങ്കരനായ പ്രസിഡന്റ് VP റഷീദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി MT അഫ്സൽ അടങ്ങുന്ന ടീം, അതുപോലെ തന്നെ UDFിൻ്റെ നേതാക്കളായ പ്രിയപ്പെട്ട താത്തേട്ടൻ എന്ന പത്മനാഭൻ, അതുപോലെ തന്നെ മറ്റ് UDFിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കളെ മുക്തകണ്ഠം പ്രശംസിക്കാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. മുന്നേറ്റം നടത്തി അതിൻ്റെ ആഹ്ലാദത്തിൽ അമ്മിനിക്കാട് നിന്നും കരിങ്കല്ലത്താണിയിലേക്ക് നടന്ന ആ ഒരു ആഹ്ലാദ പദയാത്ര അതിഗംഭീരമായിരുന്നു. ഭയങ്കര ആവേശത്തോടു കൂടി DJ പാർട്ടിയുമൊക്കെ ആയിട്ടാണ് ആ ഒരു പ്രകടനം നടന്നത്. ഏതായാലും ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് മനസ്സിന് വളരെ കുളിർമ നൽകുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു നടന്നത് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ UDFിനും അതോടൊപ്പം തന്നെ കൃത്യമായി മുസ്ലിം ലീഗിന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മുസ്ലിം ലീഗിനോടൊപ്പം UDFിനോടൊപ്പം അണിനിരന്ന പ്രിയപ്പെട്ട ഓരോ വോട്ടുകളും UDFിന്, മുസ്ലിം ലീഗിന് നൽകിയ പ്രിയങ്കരായ ഓരോ വോട്ടർമാർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 വർഷക്കാലം ഇവിടെ ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അതിലൊക്കെ പൊറുതിമുട്ടിയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ UDF സംവിധാനത്തിലുള്ള മുന്നണിക്ക് വോട്ട് ചെയ്തത്. അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തുടർന്നും ജനസേവനത്തിനായി ജനങ്ങളോടൊപ്പം UDF എന്നും ഉണ്ടാകുമെന്നുകൂടി ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങളെ അറിയിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ നമ്മൾ നാസിക് ഡോളും മറ്റുള്ള അതുപോലെ തന്നെ DJ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട്, മ്യൂസിക്കും ഇതൊക്കെ വരുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇടാത്തത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു മുന്നേറ്റത്തിന് നന്ദി കുറിച്ച പ്രിയപ്പെട്ട ഓരോ വോട്ടർമാർക്കും, താഴെക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഓരോ വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നല്ലൊരു ഭരണസമിതിയായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉടനാടൻ നിയോജക മണ്ഡലത്തിലും നല്ല ഒരു മുന്നേറ്റം തന്നെ
പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ UDF നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. അതിന് പ്രിയപ്പെട്ട നേതാക്കളെയും പ്രിയങ്കരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട നിയോജകമണ്ഡലം പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ അടങ്ങുന്ന നിയോജക മണ്ഡലം ഭാരവാഹികൾ, പ്രിയങ്കരായ MLA യുടെ ഒരു പടയോട്ടം കൂടി ഈ ഒരു സമയത്തുണ്ടായിട്ടുണ്ട് നജീബ് കാന്തപുരത്തിനും. അതോടൊപ്പം തന്നെ മറ്റെല്ലാ നേതാക്കൾക്കും, UDFൻ്റെ നേതാക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതായാലും ഒരു സന്തോഷത്തോടെയുള്ള ഒരു പ്രകടനത്തിൽ അണിനിരന്ന സാധാരണക്കാരായ UDFൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ സംഘടനാ നേതൃത്വത്തെയും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നൽകിയ ഓരോ വോട്ടും അത് കൃത്യമായും UDF സംവിധാനത്തിൽ UDFനെ നിങ്ങൾ തിരഞ്ഞെടുത്തത് കൃത്യമായും ജനങ്ങൾക്കും സാധാരണക്കാർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ, വികസനങ്ങൾ എല്ലാം കൊണ്ടുവരാൻ UDF ഭരണസമിതിക്ക് സാധിക്കട്ടെ. അതിന് ഉതകുന്ന നല്ലൊരു നേതൃത്വം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വരും. സദയം നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഏതായാലും ഈ ഒരു ആഹ്ലാദ പ്രകടനം കരിങ്കലത്താണിയെ തന്നെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ച് തൊട്ടടുത്ത തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ആഹ്ലാദ റാലി കൂടി കരിങ്കലത്താണി സംഗമിച്ചപ്പോൾ ഒരാവേശം, പറഞ്ഞറിയിക്കാനാവാത്ത ഒരാവേശമാണ് അവിടെ ഉണ്ടായത്. ഏതായാലും